കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുനന്ദയെയും ഭർത്താവിനെയും വിരുന്നിനെ വീട്ടിലേക്ക് ക്ഷണിച്ചെന്നറിഞ്ഞ ഭാസ്കരൻ അതിനെതിർത്ത് സുഭാഷിനോട് വഴക്കിടുന്നുണ്ടെങ്കിലും സുഭാഷ് തന്റെ തീരുമാനം തീർത്തു പറയുക. അത് കേൾക്കെ അച്ഛനും ദേഷ്യത്തോടെ, എടാ ഭാസ്കരന്റെ മൂത്തമോൻ വായിൽ വിരലിട്ടാ പോലും കടിക്കാത്തവനാണെന്ന് പറയാൻ നാട്ടിൽ കുറെ പേരുണ്ടാവും. പക്ഷേ അവൻ ഒരു ആൺകുട്ടി കൂടിയാണെന്ന് ചിലപ്പോഴെങ്കിലും ആൾക്കാർ പറയണം. ഇടയ്ക്ക് അങ്ങനെ കേൾക്കുന്നതും ആണുങ്ങൾക്കൊരു അന്തസ്സാ. കഷ്ടം, നാണം കെട്ടവനെന്ന് പറഞ്ഞ് അച്ഛൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് കേൾക്കെ നിധിയും പരിഭ്രമത്തോടെയും സങ്കടത്തോടെയും സുഭാഷേട്ടനെ തന്നെ നോക്കി നിൽപ്പാ. പിറകിലേക്ക് തിരിയുന്ന സുഭാഷ് അത് കാണേ, നീ എന്താ പേടിച്ചോ മോളെ? പേടിക്കൊന്നും വേണ്ടെന്ന് പറയേ. എന്റെ സുഭാഷേട്ടന്റെ സൗണ്ട് ഇത്രയും പൊന്തോ? ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നതെന്ന് നികേഷ് പറയേ. അല്ലെങ്കിലേ അച്ഛൻ പോവില്ല, അതായെന്ന് സുഭാഷ്. അച്ഛന്റെ മുന്നിൽ കാണിച്ച ചൂടും ദേഷ്യം സുഭാഷ് ഏട്ടൻ മെലിഞ്ഞാന്ന് രാത്രി കാണിച്ചിരുന്നെങ്കിലേ ഇപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞേനെ, വിരുന്ന് നമുക്ക് വേറെ നടത്തായിരുന്നു എന്ന് സുധീഷും വിളിച്ചു പറയുക. അവനെ താക്കീതോടെ വിളിച്ച സുധീഷേ, സുനന്ദയുടെ കല്യാണം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ വീട്ടിൽ കേട്ടു പോവരുത്, മനസ്സിലായി എന്ന് പറഞ്ഞ് നികേഷിന്റെ നേരെ തിരിഞ്ഞ്, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കേ. ദേ പോവുക എന്ന് പറഞ്ഞ് നികേഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുക. സുധീഷും ഹരീഷിനോടായിടാ എന്തേലും കാണിക്കട്ടെ, നീ വാ എന്ന് വിളിച്ച് ഡൈനിങ് ഹാളിലേക്ക് പോവുകയാ. നിധിയും സുധീഷിന്റെയും ഹരീഷിന്റെയും അടുത്തേക്ക് ചെന്ന്, സുധീഷേ അവര് വന്നു പോകുന്നതുവരെ നിങ്ങളൊന്ന് സമാധാനമായിരിക്കെ, കൂടുതൽ പറഞ്ഞ് കുഴപ്പാക്കല്ലേ എന്ന് പറയേ. ഉത്തരവ് മാഡം എന്ന് സുധീഷ്. അത് കേൾക്കെ നിധിയും തന്റെ റൂമിലേക്കായി പോവുകയാണ്. അവിടെ പുറത്തു പോയി വീട്ടിലേക്ക് കയറി വരുന്ന ഗംഗാധരനെയും ധനശേഖരനെയുമാണ് കാണിക്കുന്നത്. സുനന്ദയ്ക്ക് കൊണ്ടുപോകാനുള്ള പലഹാരങ്ങളുമായാണ് ധനശേഖരന്റെ വരവ്. അയാൾ ലളിതയെന്ന് നീട്ടി വിളിക്കുമ്പോഴേക്കും ഉമ്മറത്തേക്കെത്തുന്ന ലളിതയുടെ കയ്യിലേക്ക് ആ കവർ നൽകിക്കൊണ്ട്, പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിലുണ്ട്, ഇതും കൂടി ചേർത്ത് പാക്ക് ചെയ്തേക്ക്. നാളെ രാവിലെ 9 മണിക്ക് മുമ്പ് അവരെത്തും. ഊണിന് മുമ്പ് അവർക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്നാ പറഞ്ഞിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ശരിയാ എന്ന് ധനശേഖരൻ പറയേ. ആ സ്വാമിയുടെ ഹോട്ടലിൽ ഏൽപ്പിച്ചാ പോരെ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. എന്തിന്? ഹോട്ടൽ ഭക്ഷണത്തിന് എപ്പോഴും അതിൻ്റെതായ രുചി കാണും, കഴിക്കുന്നവർക്ക് അത് അറിയുകയും ചെയ്യാം. 10-25 ആളുകൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് ലളിത പറയേ. അത്രയൊന്നും ഇല്ല, അവരച്ഛനും അമ്മയും ചിലപ്പോ അമ്മാമ്മയും കാണും, പിന്നെ നമ്മളും എന്ന് ധനശേഖരൻ പറയേ. ആഹാ, എന്നിട്ടാണോ പിന്നെ എന്ന് ലളിത. അവൾ എവിടെയെന്ന് ധനശേഖരൻ ചോദിക്കേ. അവളും അശ്വിനും മുറിയിലുണ്ട് എന്ന് ചിരിയോടെ പറഞ്ഞ്. ആ പിന്നെ ധനേട്ടാ, അവൾ ആ വീട്ടിൽ പോയി വരുന്നവരെ എന്റെ ഉള്ളു കിടന്ന് പിടയ്ക്കായിരുന്നു എന്ന് ലളിത ടെൻഷനോടെ പറയേ. എനിക്കും അതെ, ഇനി അവൾ അവിടെ ചെന്നിട്ട് അവന്റെ കൂടെ ദുബായിലേക്ക് കയറി വന്നാലേ എനിക്ക് സമാധാനമാവും എന്ന് ധനശേഖരൻ പറയേ. എത്രയും പെട്ടെന്ന് അവളെ കടല് കടത്താൻ നോക്കണം, ഇക്കാലത്തെ പിള്ളേരെ വിശ്വസിക്കാൻ പറ്റി എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും സുനന്ദയും സീറ്റ് ഔട്ടിലേക്ക് എത്തുകയാ. അവൾ റെഡിയായി നിൽക്കണ കണ്ട്, നാളെയാ അവർ നിന്നെ കൊണ്ടുപോകാൻ വരുന്നത്, അതിന് ഇന്ന് റെഡിയായി നിൽക്കുകയാണോ എന്ന് അവളോടായി ചോദിച്ച്. സാധാരണ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വലിയ സങ്കടവും കരച്ചിലും ഒക്കെ കാണും, ഇവൾക്ക് അതൊന്നുമില്ല ധനയേട്ടാ എന്ന് ധനശേഖരനോടായി പറയുക. നിനക്കെന്താടി ഞങ്ങളെ വിട്ടു പോവാൻ ഒരു വിഷവും ഇല്ലെന്ന് ലളിത ചോദിക്കുക. നിങ്ങൾ തന്നെ ആലോചിച്ച് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ഒരു നല്ല സ്ഥലത്തേക്കല്ലേ ഞാൻ പോകുന്നത്, പിന്നെ ഇതിന് വിഷമിക്കണം. പിന്നെ ഇപ്പൊ തയ്യാറായി നിൽക്കുന്നത് നാളെ രാവിലെ പോവാൻ വേണ്ടിയല്ല, ഞാനും അശ്വിനും കൂടി ഒന്ന് പുറത്തേക്ക് പോവാണെന്ന് സുനന്ദ പറയേ. അമ്പലത്തിലേക്കായിരിക്കുമല്ലേ എന്നാ ഞങ്ങളും എന്ന് ധനശേഖരൻ പറയേ. അമ്പലത്തിലേക്കല്ല, ആണെങ്കിലും ഇനി നിങ്ങൾ കൂടെ വരേണ്ട കാര്യമില്ല, ഞങ്ങൾ തനിയെ പൊക്കോളാമെന്ന് സുനന്ദയും. എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോവാലോ എന്നമ്മ ചോദിക്കേ. ഭാസ്കര മാമന്റെ വീട്ടിലേക്ക് വൈകിട്ട് അശ്വിനെയും കൂടി ചെല്ലാമെന്ന് ഞാൻ സുഭാഷേട്ടനോട് പറഞ്ഞിരുന്നെന്ന് സുനന്ദ പറയുന്നത് കേൾക്കെ പരിഭ്രമത്തോടെ, കണ്ടില്ലേ ധനയേട്ടാ എന്ന് ലളിത ചോദിക്കുക. ധനശേഖരൻ ദേഷ്യത്തോടെ അവിടുന്ന് എഴുന്നേറ്റ്, എടി കാരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിച്ചാലുണ്ടല്ലോ, നീ എന്താടി ഞങ്ങളെ പരിഹസിക്കാണോ എന്ന് ഒച്ചവയ്ക്ക് പതുക്കെ ഉള്ളിൽ ആ ചെറുക്കനുണ്ട്, അവൻ കേൾക്കണ്ട, ഇരിക്കവിടെ എന്ന് പറഞ്ഞ് ലളിത ധനശേഖരനെ പിടിച്ചിരുത്തുകയാണ്. ധനശേഖരനും ദേഷ്യത്തോടെ, കല്യാണം കഴിഞ്ഞെന്ന് കരുതി എന്തും കാണിക്കാമോ, നീ എന്താടി കളിയാക്കുവാണോടി, അടിച്ചു കാരണം പൊട്ടിക്കും ഞാൻ, എന്തിനാടി വീണ്ടും അവിടേക്ക് കെട്ടിയെടുക്കുന്നത് എന്നച്ഛൻ ചോദിക്കേ. നീ പോയി യാത്ര പറഞ്ഞിട്ട് വന്നതല്ലേ, ഇനിയും എന്തിനാ പോകുന്നത് എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഗംഗാധര മാമനും, നീ കാണിക്കുന്നത് ശരിയല്ല മോളെ, നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി ഒരു നല്ല ഇടത്തേക്ക് കല്യാണം കഴിച്ചു വിട്ടതാണോ ഇവര് ചെയ്ത തെറ്റ്, ആ കുടുംബത്തിന്റെ മുന്നിൽ ഇവരെ അപമാനിക്കാനാണോ നീ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കേ. ഗംഗാധര മാമ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, ഇതിലെന്താ ഇത്ര അപമാനിക്കപ്പെടാനുള്ളത്, ഞാൻ അവിടെ യാത്ര പറയാൻ പോയി, ഓരോ നേരം അശ്വിനെയും കൂട്ടി വന്നോട്ടെ എന്ന് ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ രാത്രി ഭക്ഷണത്തിന് വരാൻ എന്നോട് പറഞ്ഞു, അശ്വിനോട് പറഞ്ഞപ്പോ അശ്വിനും ഓക്കെയാ, ഇതിലെന്തിനാ നിങ്ങൾ അപമാനപ്പെടുന്നത് എന്നവൾ ചോദിക്കേ. അത് ശരി, അതിനു മുമ്പേ ആ ചെറുക്കനോടെല്ലാം പറഞ്ഞോ എന്ന് ദേഷ്യത്തോടെ ലളിത ചോദിക്കേ. പതുക്കെ പറയടി, ഇവള് നമ്മുടെ മാനം കളഞ്ഞേ അടങ്ങുന്നുള്ള വാശിയില്ല എന്ന് അച്ഛനും പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനിങ്ങനെ വെപ്രാളപ്പെടുന്നത്, ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെയല്ലേ പോകുന്നത്, നാളെ രാവിലെ ഞാനും അശ്വിനും കൂടി അശ്വിന്റെ വീട്ടിലേക്ക് പോകും, അതിനു മുമ്പ് ഞാൻ അശ്വിനെയും അശ്വിന്റെ വീട്ടുകാരെയും വഞ്ചിച്ച് സുഭാഷിട്ടന്റെ കൂടെ ഓടിപ്പോകുമെന്ന് നിങ്ങൾ കരുതിയോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമായിരിക്കും, പക്ഷേ ഞാൻ അത് ചെയ്യില്ല, അത്രയ്ക്കും മോശക്കാരിയൊന്നുമല്ല ഞാൻ, സുഭാഷേട്ടൻ വിരുന്നിന് വിളിച്ചു, ഞാനും എന്റെ ഭർത്താവും പോകുന്നു, അതിന് നിങ്ങൾ നാണം കെടേണ്ട കാര്യം എന്താന്ന് സുനന്ദ ചോദിക്കേ. ഇപ്പൊ എന്തിനങ്ങോട്ട് വിരുന്നിന് പോകണം, ഇനി എന്ത് ബന്ധാ നിനക്ക് ആ വീടുമായിട്ടുള്ളതെന്ന് അമ്മയും ചോദിക്കുകയാ. അത് കേൾക്കെ ഗംഗാധരൻ മാമനും, വീണ്ടും ആ വീട്ടിലേക്ക് ഇനിയും നീ പോവരുത് മോളെ എന്നോർമ്മിപ്പിക്കേ. സുനന്ദേ
എങ്ങാനും അശ്വിന് സംശയം തോന്നിയാല് അതോടെ തകരാൻ പോകുന്നത് നിന്റെ ജീവിതമാണ്. അത് നീ മറക്കരുതെന്ന് ധനശേഖരൻ പറയുമ്പോഴേക്കും പോവാം എന്ന് ചോദിച്ച് അശ്വിൻ അങ്ങോട്ട് എത്തുകയാണ്. അവൻ സംശയത്തോടെ എല്ലാവരെയും നോക്കുമ്പോഴേക്കും ഞാൻ ഇവരോട് പോകുന്ന കാര്യം പറയായിരുന്നു, ഉടനെ പൊക്കോളം പറഞ്ഞെന്ന് സുനന്ദയും. അപ്പോഴാണ് അശ്വിൻ ഒരു കോൾ വന്ന് അതുമായി അവൻ മുറ്റത്തേക്ക് ഇറങ്ങി പോകുന്നത്. ധനശേഖരനും സുനന്ദയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് എടി ഒരുമാതിരി നാടകം കളിക്കരുത് കേട്ടോ, പോകരുതെന്ന് പറഞ്ഞാൽ അതനുസരിക്കാണ് വേണ്ടതെന്ന് പറയേ. എന്തായാലും അശ്വിനോട് പറഞ്ഞു പോയില്ലേ, വാക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. മാത്രമല്ല സുഭാഷ് ഏട്ടൻ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കും. ഇത്രയും കാലം ഞാൻ സുഭാഷ് ഏട്ടനെ ചതിച്ചിട്ടേയുള്ളൂ, ഇത്തവണ കൂടി അതിന് വയ്യ. ഇനി നിങ്ങൾക്ക് വാശിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, പക്ഷേ എല്ലാം ഞാൻ അശ്വിനോട് പറയും. സുഭാഷ് ഏട്ടനോട് എനിക്കുള്ള പ്രേമവും കല്യാണത്തലേന്ന് രാത്രി ഞാൻ ഇവിടുന്ന് ചാടിപ്പോയി സുഭാഷ് ഏട്ടനോട് കെട്ടാൻ ആവശ്യപ്പെട്ടതും നിങ്ങൾ രണ്ടുപേരും അവിടെ വന്ന് വലിയ ഡ്രാമയുണ്ടാക്കിയതും എന്നെ തിരിച്ചു കൊണ്ടുവന്നതും എല്ലാം എന്നവൾ ഉറപ്പിച്ചു പറയുമ്പോഴേക്കും ധനശേഖരനും ഒന്നും മിണ്ടാതെ കസേരയിലേക്ക് വന്നിരിക്കുകയാണ്. പറയട്ടെ അമ്മേ, പറയട്ടെ അച്ഛാ എന്ന് സുനന്ദ ഉറപ്പിച്ചു ചോദിക്കേ. അവരൊന്നും മിണ്ടാതെ തലയും കുനിച്ചിരിപ്പാ. എന്താ മാമ പറയട്ടെ എന്ന് സുനന്ദ ഗംഗാധരനോടായി ചോദിക്കുമ്പോഴേക്കും എന്തു പറയട്ടെ എന്താ അച്ഛാ എന്ന് ചോദിച്ച് അശ്വിൻ സിറ്റൗട്ടിലേക്ക് കയറുകയാ. പറയച്ചാ, പറഞ്ഞു കൊടുക്കമ്മേ എന്ന് സുനന്ദ അവരോടായി പറയും. വെപ്രാളത്തോടെ ഒന്നും പറയാനാവാതെ ഇരിപ്പ ഗംഗാധരനും ലളിതയും. അത് കാണേ ഗംഗാധരൻ മാമനും അയ്യോ അതൊന്നുമില്ല മോനെ, അവരുമായിട്ട് ഞങ്ങൾക്കുള്ള തർക്കം എന്താണെന്ന് മോനോട് പറയട്ടെ എന്ന് ചോദിക്കുകയായിരുന്നു. അത് ചുമ്മാ സ്വത്ത് തർക്കം അത്രയുള്ളൂ എന്ന് മാമൻ പറയെ. അതില്ലാത്ത വീട് ഏതാ ഉള്ളത് എന്ന് ഇറങ്ങിയാലോ സുനന്ദയെന്ന് ചോദിച്ച് അശ്വിൻ ഇറങ്ങുമ്പോഴേക്കും പോയിട്ട് വരാമെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് സുനന്ദയും കൂടെ ഇറങ്ങി പോവുകയാ. ലളിതയും പരിഭ്രമത്തോടെയും വെപ്രാളത്തോടെയും അവരുടെ പോക്കും നോക്കി നിൽപ്പാ. അവിടെ സുഭാഷിന്റെ വീട്ടിലെ അടുക്കളയിൽ വിരുന്നിനുള്ള വിഭവങ്ങളെല്ലാം സുഭാഷ് സെറ്റാക്കി വെക്കുമ്പോഴേക്കും എല്ലാം റെഡിയല്ലേ എന്ന് ചോദിച്ച് നിധിയും അങ്ങോട്ടെത്തുകയാണ്. എല്ലാം റെഡിയാണ്, എന്നാ പിന്നെ എടുത്തു വെച്ചാലോ ഹാളിലേക്ക് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. അവർ വരട്ടെ എന്നിട്ട് മതിയെന്ന് നിധിയും. അതെ, നമുക്ക് അവിടെ ഒന്ന് തുടച്ചാലോ എന്ന് സുഭാഷ് ചോദിക്കേ. ഞാൻ ചെയ്യാമെന്ന് നിധിയും. അവളെ തടഞ്ഞ് വേണ്ട ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് സുഭാഷ് തുടയ്ക്കാനായി പോവുകയാണ്. അവിടെ ഹാളിൽ സുധീഷും ഹരീഷും എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഒരു ബോളിൽ 6 റണ്ണ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും രാത്രി തള്ളു പറയാതെ എണീറ്റ് പോടോ എന്ന് ഹരീഷ്. ഒന്ന് കേക്കട ഇങ്ങോട്ട്. അവിടെ നിന്നാണേൽ ഫാസ്റ്റ് ബൗളർ ഓടി വന്നൊരൊറ്റ എറി, ഞാൻ കണ്ണും പൂട്ടി ഒരൊറ്റപ്പട. ബോള് പുറത്തായിരുന്നു. കൈയടിയോട് കൈയടി, ആർപ്പുവിളിയും ഭയങ്കര ബഹളമായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോഴേക്കും തുടയ്ക്കാനായി സുഭാഷും പുറകെ നിധിയും അങ്ങോട്ടെത്തുകയാണ്. തന്റെ അരികിൽ നിൽക്കുന്ന നിധിയോടായി ക്രിക്കറ്റ് ഇഷ്ടമല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് അവിടെ തുടയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടാന്നുള്ള സുനന്ദയുടെ വിളി ഉമ്മറത്തു നിന്ന് കേൾക്കുകയാണ്. സുഭാഷ് തുടപ്പ് നിർത്തി ഉമ്മറത്തേക്ക് എത്തി നോക്കുമ്പോഴേക്കും സുധീഷും ഓയ് വിളിച്ചത് അവിടെ നിന്നല്ല, കള്ളിപ്പൂച്ച വരുന്ന അതേ വഴിന്നാ പിൻവാതിൽ എന്നവൻ പറയുന്നത് കേൾക്കെ നിധിയും ദേഷ്യത്തോടെ സുധീഷിനെ നോക്കി നിൽക്കുക. അത് കേൾക്കെ സുഭാഷും ബക്കറ്റും മോപ്പുമെല്ലാമായി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ആരാ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. സുനന്ദയ്ക്ക് ഇങ്ങോട്ട് വരാൻ ആകെ ഒരു വഴി അറിയൂ, സ്ഥിരം വരുന്ന വഴിയല്ലേ, ഇപ്പോ കെട്ടിയനെ കൊണ്ടുവരുമ്പോഴും ആ വഴി പുള്ളിക്കാരി മറന്നിട്ടില്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അടുക്കളയിലെത്തി പിൻവാതിൽ തുറക്കുന്ന സുഭാഷ് കാണുന്നത് അവിടെ നിൽക്കുന്ന സുനന്ദയെയും അശ്വിനെയുമാണ്. അവൻ സന്തോഷത്തോടെ വാ അല്ല നീ എന്താ ഈ വഴി വന്നേ? അശ്വിന് ആദ്യമായി വരുന്നതല്ലേ, മുൻവാതിൽ വഴി വേണ്ടേ വരാൻ എന്ന് ചോദിക്കേ. സോറി എന്ന് സുനന്ദയും. സാരമില്ല ശരി കറങ്ങി വാ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുനന്ദ അശ്വിനെയും കൊണ്ട് മുൻവശത്തേക്ക് പോവുകയാണ്. അവിടെ ഉമ്മറത്തെ പടിക്കെട്ടിലിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ. മുൻവശത്തേക്കുള്ള യാത്രക്കിടയിൽ അശ്വിൻ സുനന്ദയോടായി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചത്, ഒരു വീട്ടിലേക്ക് പോകുമ്പോ ആരെങ്കിലും പിൻവശത്തൂടെ ചെല്ലോ എന്ന് ചോദിക്കും. അച്ഛനും അമ്മയും അറിയാതെ ഇവരെയൊക്കെ കാണാൻ സ്ഥിരമായി വരുന്ന വഴി, അതാ ഞാൻ ഓർക്കാതെ ഇതിലെ വന്നത്, സോറി എന്ന് സുനന്ദ പറയുമ്പോഴേക്കും അതൊന്നും സാരമില്ലെന്ന് അശ്വിൻ. അവരങ്ങോട്ട് നടന്നു വരുന്നത് കണ്ട് അച്ഛനും പെട്ടെന്ന് എഴുന്നേറ്റ് കട്ടിലേക്ക് ഇരിക്കുക. അവർ ഉമ്മറത്തെത്തുമ്പോഴേക്കും സുഭാഷും കൂട്ടരും അവരെ സ്വീകരിക്കാൻ എത്തുന്നുണ്ട്. നിധിയും ഓടിച്ചെന്ന് പടി ഇറങ്ങി സുനന്ദയെ വായെന്ന് വിളിക്കുമ്പോഴേക്കും സുനന്ദ ടെൻഷനോടെ അവിടെ ഇരുന്ന് ബീഡി വലിക്കുന്ന ഭാസ്കരൻ അമ്മാവനെ നോക്കുകയാണ്. അത് കാണേ നിധിയും അച്ഛനെ വിളിച്ച് ആംഗ്യം കാണിക്കുമ്പോഴേക്കും അച്ഛനത് മൈൻഡ് ചെയ്യാതെ മുഖം വെട്ടിച്ച് ബീഡിയും വലിച്ചിരിപ്പ. അപ്പോഴാണ് സുനന്ദ അശ്വിനോടായി ഞാൻ പറഞ്ഞില്ലേ ഇതാണ് എന്റെ ഭാസ്കരൻ മാമ എന്ന് പറയുന്നത് കേൾക്കേ. അദ്ദേഹവും സന്തോഷത്തോടെ അത് ശ്രദ്ധിക്കുക. നമസ്കാരം ഭാസ്കരൻ മാമ എന്ന് അശ്വിൻ പറയുമ്പോഴേക്കും ഭാസ്കരൻ മാമനും ബീഡിയെല്ലാം വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റ് ചെന്ന് നമസ്കാരം പറഞ്ഞ് അവരകത്തേക്ക് സ്വീകരിക്കുകയാണ്. അവരെ ഡൈനിങ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കസേരയിട്ട് ഇരുത്തുമ്പോഴേക്കും സുനന്ദ എല്ലാവരെയും അശ്വിന് പരിചയപ്പെടുത്തുകയാണ്. അവൾ ഓരോരുത്തരെയും ചൂണ്ടിക്കൊണ്ട് ഇത് സുഭാഷ് ഏട്ടൻ, ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിലെ വലിയേട്ടൻ, ഇത് രണ്ടാമത്തെ ആള് സുധീഷ്, പിന്നെ ഇത് ഹരീഷ്, ഇവൻ ഏറ്റവും ഇളയവൻ നികേഷ്, ഇതാണ് സുധീഷിന്റെ വൈഫ് നിധി എന്നവൾ പറയുമ്പോഴേക്കും നിധിയും അവർക്ക് നമസ്കാരം പറയുകയാണ്. ദുബായിലല്ലേ ജോലി എന്ന് സുധീഷ് ചോദിക്കും. അതെ, സുനന്ദയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ സൂപ്പർവൈസറായെന്ന് അശ്വിനും. അപ്പോ ചേച്ചി അങ്ങ് കൊണ്ടുപോയിരിക്കല്ലേ എന്ന് നികേഷ് ചോദിക്കെ. കൊണ്ടുപോകണം, പിന്നെ പാസ്പോർട്ട് വിസ അങ്ങനെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിയാക്കണമെന്ന് അശ്വിൻ പറയേ. അത് സൂപ്പർ ആയല്ലോ എന്ന് നികേഷും. നിങ്ങളെയൊന്നും കല്യാണത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാ സുനന്ദ കഥകളൊക്കെ പറഞ്ഞത് എന്ന് അശ്വിൻ പറയേ. അയ്യോ അതൊക്കെ പഴയ കഥകളല്ല, പക്ഷേ സുനന്ദ ചിലപ്പോ അതൊന്നും നോക്കാതെ ഇവിടേക്ക് വരും, വേറാരും അങ്ങനെ ഇവിടേക്ക് വരാറില്ല, ഞങ്ങളും അങ്ങനെ അവിടേക്കും പോവാറില്ല എന്ന് സുധീഷ് പറയേ. ഇവര് കസിൻസ് അല്ലേ,
അപ്പം മുതിർന്നവര് മിണ്ടണ്ടെന്ന് പറഞ്ഞാലും മിണ്ടാതിരിക്കോ? അതുകൊണ്ട് ഇവര് തമ്മിൽ നല്ല അടുപ്പാന്ന് നിധിയും. അത് കേൾക്കെ അശ്വിനും എല്ലാ കുടുംബത്തിലും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ഞങ്ങളുടെ ഫാമിലിയിലും ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ജനറേഷൻ എല്ലാരും ഭയങ്കര ക്ലോസാ ഇതുപോലെ എന്നവൻ പറയുമ്പോഴേക്കും നിങ്ങൾ സംസാരിക്കേ, ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് സുഭാഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചാലോ എന്ന് നിധിയും അവരോടായി ചോദിക്കുക. ഇപ്പോൾ തന്നെ മണി 8 ഇനി കഴിച്ചോണ്ട് സംസാരിക്കാമെന്ന് നിധി പറയേ. സുഭാഷ് ഏട്ടന്റെ കുക്കിങ്ങിനെ പറ്റി ഞാൻ വരുമ്പോൾ അശ്വിനോട് പറഞ്ഞേയുള്ളൂ എന്ന് സുനന്ദയും ചിരിയോടെ പറയുക. അശ്വിനെ നിലത്തിരുന്ന് കഴിക്കാൻ പ്രയാസമുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കേ. ഏയ് ഒരു പ്രയാസവുമില്ലെന്ന് അശ്വിൻ. എന്നാലേ കൈ കഴുകാമെന്ന് സുഭാഷ് വിളിക്കേ. നിധി അവരെയും കൊണ്ട് കൈ കഴുകിക്കാൻ പോവുകയാണ്. പിന്നീട് നിലത്ത് പാവിരിച്ച് അവരെ ഇരുത്തി ഇലയിട്ടവർക്ക് ഫുഡ് വിളമ്പുകയാ സുഭാഷും കൂട്ടരും. വിളമ്പി കഴിയുമ്പോഴേക്കും നിങ്ങൾ കൂടി ഇരിക്കേ, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞ് അശ്വിൻ വിളിക്കുകയാ. ഏയ് അത് സാരമില്ല, നിങ്ങൾ കഴിക്കാമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അമ്മാവൻ കഴിക്കാൻ വരുന്നില്ലെന്ന് അശ്വിനും. അച്ഛൻ കുറച്ച് വൈകും, നിങ്ങൾ കഴിച്ചോ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ഉമ്മറത്തെ കട്ടിലിൽ ബീഡി വലിച്ചിരിക്കുകയായിരുന്ന അച്ഛനും വൈകുവോ ആര് എന്ന് പറഞ്ഞ് ബീഡിയെല്ലാം വലിച്ചെറിഞ്ഞ് അകത്തോട്ട് കയറി പോവുകയാ. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിക്കുന്ന സുഭാഷ് പറയുമ്പോഴേക്കും അവർ കഴിക്കാനായി തുടങ്ങുകയാ. അങ്ങോട്ടെത്തുന്ന അച്ഛനും കഴിച്ചു തുടങ്ങിയോ എന്ന് ചോദിച്ച് ഞാൻ രാത്രി ഇങ്ങനെ ഹെവി ആയിട്ട് കഴിക്കാറില്ല, ഇന്ന് നിങ്ങൾക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് അമ്മാവൻ പറയുമ്പോഴേക്കും ഇങ്ങോട്ടിരിക്കും അമ്മ എന്ന് സുനന്ദയും. വേണ്ട വേണ്ട, എന്റെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞ് ഹരീഷ് ചാരി നിൽക്കുന്ന തൂണിൽ നിന്നും അവനെ മാറ്റിക്കൊണ്ട് ആ തൂണും ചാരി അച്ഛനെ ഇരിക്കാൻ തുടങ്ങുന്നേരം സുഭാഷ് ഒരു പ്ലേറ്റ് അവിടെ കൊണ്ട് വെക്കുകയാ. എന്തടാ ഇത്, പ്ലേറ്റോ? എടുത്തേ, എനിക്കെന്താ ഇല കഴിച്ച ഇറങ്ങൂലേ എന്ന് ചോദിച്ച് അങ്ങോട്ടിരുന്ന് നിധി മോളെ ഇല എടുത്തേ എന്ന് വിളിച്ച് പറയുമ്പോഴേക്കും അവൾ ചെന്നൊരു ഇല എടുത്ത് അച്ഛനിട്ട് കൊടുക്കുകയാ. നിധിയും കൂട്ടരും അച്ഛന് വിളമ്പി കൊടുക്കുമ്പോഴേക്കും സുനന്ദയും ഫുഡ് കഴിച്ചുകൊണ്ട് സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കിയതിനെല്ലാം അടിപൊളി ടേസ്റ്റാ, ഒരു ചമ്മന്തി ഉണ്ടാക്കിയ പോലും സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് സന്തോഷത്തോടെ അശ്വിനോടായി പറയുകയാ. സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ വേണ്ടിയാ ഞാൻ അടുക്കള ഭാഗത്തു കൂടി ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കുന്നത്, പിന്നെ സുഭാഷ് ഏട്ടൻ എന്റെ കൊതി കണ്ട് ഒരു പാത്രത്തിലാക്കി തരും വീട്ടിലേക്ക് കൊണ്ടുപോവാൻ എന്നവൾ പറയുന്നത് കേൾക്കെ അശ്വിനും ഒരു ചിരിയോടെ സുഭാഷ് ഏട്ടനെ നോക്കുകയാണ്. വീണ്ടും അവൻ കഴിച്ചുകൊണ്ട് എല്ലാം സൂപ്പർ ടേസ്റ്റ്. സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്കാണോ ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് അശ്വിൻ ചോദിക്കേ. ഏയ് അല്ലല്ല, നികേഷും നിധിയുമൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി തരട്ടെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കും. ഇത് കഴിയട്ടെ ആദ്യമെന്ന് അശ്വിനും. സുനന്ദയ്ക്ക് കുറച്ച് ചോറിടട്ടെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. കുറച്ചെന്ന് സുനന്ദയും. അവൻ ചോറ് വിളമ്പി കൊടുത്ത് കഴിയുമ്പോഴേക്കും നിന്നെ ഇങ്ങോട്ട് വരാൻ നിന്റെ അമ്മ സമ്മതിച്ചോ മോളെ? അവൾക്കല്ലേ ഞങ്ങളെ തീരെ പറ്റാത്തതെന്ന് ഭാസ്കരമാമൻ ചോദിക്കേ. അമ്മ സമ്മതിക്കില്ലെന്ന് ഭാസ്കരമാമൻ അറിഞ്ഞൂടെ? ഇന്നും വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് അശ്വിനോടല്ലേ ഇനി പറയേണ്ട കാര്യമുള്ളൂ. അശ്വിൻ റെഡിയാണെങ്കിൽ അമ്മ തടസ്സം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ അമ്മാവിന്റെ വീട്ടിൽ പോയാലോ എന്ന് ഞാൻ അശ്വിനോട് പറഞ്ഞു. അശ്വിൻ ഓക്കെ പറഞ്ഞു. ഞാൻ പോന്നു എന്ന് സുനന്ദ പറയേ. മോനെ നിനക്കെങ്ങനെ അവിടെ ശമ്പളം? തൊട്ട് ദിർഹംസ് എത്ര കിട്ടും? ഇവിടുത്തെ ഒരു 1,00,000 രൂപ കിട്ടോ? പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കോ അതോ സ്വന്തമായിട്ട് വീട് വെച്ച് മാറോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നത് കേൾക്കെ സുഭാഷും അച്ഛനോട് മിണ്ടാതിരിക്കാനായി ആംഗ്യം കാണിക്കുകയാ. അച്ഛൻ ഇത് എന്തൊക്കെ അറിയണ്ടേ, ഒന്ന് ചുമ്മാതിരുന്നേന്ന് സുധീഷും പറയുന്നുണ്ട്. അത് കേൾക്കെ അശ്വിനും അതിനെന്താ, അതിനൊന്നും കുഴപ്പമില്ല, ശമ്പളമൊന്നും കുഴപ്പമില്ല അമ്മാവാ. 1,00,000 അവിടെ എന്ത് ജോലിക്കും കുറഞ്ഞ സാലറിയാ, അതിന് മുകളിലൊക്കെ കിട്ടും. പിന്നെ മറ്റു ഫെസിലിറ്റീസ്, ഇവളെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ അത്രയും ശമ്പളമില്ലാതെ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ പുതിയ വീടിനെ പറ്റി ആലോചിക്കുന്നുണ്ട്, വൈകാതെ തീരുമാനമാക്കണം എന്നവൻ വിവരിക്കേ. അശ്വിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് സുഭാഷൻ ചോദിക്കേ. അപ്പോ സുനന്ദ ഇതുവരെ ഒന്നും പറഞ്ഞില്ലേ എന്ന് അശ്വിൻ ചോദിക്കേ. അതൊക്കെ പറയാൻ അവൾക്ക് നേരമുണ്ടോ? അവൾ വരുന്നത് അതിനല്ലല്ലോ എന്ന് സുഭാഷിന് നേരെ നോക്കിക്കൊണ്ട് അച്ഛൻ പറയുകയാണ്. അത് കേൾക്കെ എല്ലാവരും പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും അശ്വിനും സംശയത്തോടെ സുനന്ദയെ നോക്കുകയാ. നിധിയും ചിരിയോടെ അവള് കഴിക്കാൻ വരുന്നതിനെ പറ്റി അച്ഛൻ തമാശ പറയുന്നതാ എന്ന് നിധി ചിരിയോടെ പറയേ. അശ്വിനും ആശ്വാസത്തോടെ ചിരിക്കുകയാ. സുഭാഷ് ഏട്ടന്റെ കുക്കിംഗ് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് നിധി ചോദിക്കേ. അത് സമ്മതിച്ച് അല്ല ഏട്ടൻ എന്താ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാത്തെ എന്ന് അശ്വിനും സുഭാഷ് ഏട്ടനോടായി ചോദിക്കുകയാ. അത് കേൾക്കെ സുനന്ദയും ടെൻഷനോടെ സുഭാഷിനെ നോക്കുമ്പോഴേക്കും എന്തു പറയണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുനന്ദയ്ക്കും അശ്വിനും ഗിഫ്റ്റ് എല്ലാം നൽകി സന്തോഷത്തോടെ അനുഗ്രഹിച്ച് ഭാസ്കരമാമനും കൂട്ടരും യാത്രയാക്കുന്നതും ടെൻഷനെല്ലാം ഒഴിഞ്ഞ് സുഭാഷ് ഏട്ടൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.